ആമസോൺ അലക്സയുടെ സപ്പോർട്ടുള്ള GPS ഫെസിലിറ്റിയുള്ള അതുപോലെ തന്നെ 70-ലേറെ സ്പോർട്സ് മോഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് വാച്ചാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഇന്ന് Amazfit GTS 2 Mini എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്മാർട്ട് വാച്ചിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വാങ്ങിയിട്ട് ഏകദേശം 2 ആഴ്ചയോളമായി. അപ്പോൾ ഇത്ര വെയിറ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എന്റെ എല്ലാ അഭിപ്രായങ്ങളും എല്ലാ എക്സ്പീരിയൻസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒന്ന് വെയിറ്റ് ചെയ്തത്. അപ്പോൾ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ പ്രോസും കോൺസും എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ട് വരികയാണെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ കൂടുതൽ നല്ല നല്ല ടെക് വീഡിയോസ് ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഈ കാണുന്ന സാധനങ്ങളാണ് നമ്മുടെ ബോക്സിലുള്ളത്. ഞാൻ ഇതിന്റെ അൺബോക്സിംഗ് ഒക്കെ കാണിച്ച് ഒരുപാട് ലാഗ് ആക്കുന്നില്ല വീഡിയോ. അപ്പോൾ ഇതിന്റെ ചാർജറാണ് ഈ കാണുന്നത്. ഇത് ജസ്റ്റ് ഇതിന്റെ പിൻഭാഗത്തായിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി സ്ട്രാപ്പ് റിമൂവ് ചെയ്യുക കാര്യങ്ങളൊന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നീടുള്ളത് യൂസർ മാനുവലാണ്. ഇതിൽ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വാച്ചിലോട്ട് നോക്കാം. ആദ്യമായി തന്നെ ഇതിന്റെ കണക്ഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് 𝒍𝒊𝒅𝒆 എന്നൊരു ആപ്ലിക്കേഷന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ പെർമിഷനൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആപ്പ് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ താഴെയുള്ള പ്രൊഫൈൽ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആഡ് ഡിവൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ആഡ് ഡിവൈസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് ചോദിക്കും. അതിൽ വാച്ച് സെലക്ട് ചെയ്തിട്ട് അഗ്രി എന്ന് കൊടുക്കുക. അതിനുശേഷം 2 തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് സെറ്റ് ചെയ്യാൻ സാധിക്കും. വാച്ച് വിത്ത് QR കോഡും അതുപോലെ തന്നെ വാച്ച് വിത്തൗട്ട് QR കോഡും. അപ്പോൾ ഈ വാച്ചിൽ നമുക്ക് എങ്ങനെ QR കോഡ് വെച്ച് സെറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് വാച്ച് വിത്ത് QR കോഡ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ QR കോഡ് സ്കാനിങ് തുടങ്ങും. ഇനി നമ്മൾ വാച്ച് ഓൺ ചെയ്യുക. അപ്പോൾ വാച്ച് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഓൺ ചെയ്യുമ്പോൾ ജസ്റ്റ് QR കോഡ് വന്നുള്ള രീതിയിലായിരിക്കും കിടക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ QR സ്കാൻ ചെയ്തിട്ടുണ്ട്. സെർച്ചിങ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, കൺഫേം പെയറിംഗ് ഓൺ ദ വാച്ച് എന്ന് പറഞ്ഞൊരു വിൻഡോ നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാച്ചിൽ ഒരു കൺഫർമേഷൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതൊന്ന് ടിക്ക് കൊടുത്തിട്ടില്ല. ഇപ്പോൾ കണ്ടോ, നമ്മുടെ വാച്ച് ഫുള്ള് സിങ്കണൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ പെർമിഷൻസ് കൊടുക്കാനുണ്ട്. കാരണം ഇതിൽ മെസ്സേജ് വരണമെങ്കിൽ അതിനുള്ള പെർമിഷൻ കൊടുക്കണം. അങ്ങനെ ഒരുപാട് പെർമിഷൻസ് ഒക്കെ കൊടുക്കാനുണ്ട്. ഇതിൽ നോട്ടിഫിക്കേഷൻ ആൻഡ് റിമൈൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കയറുക. ഇതിൽ കയറാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് പെർമിഷൻസ് കൊടുക്കാൻ സാധിക്കും. ആപ്പ് അലേർട്ട് വേണമെങ്കിൽ ഏത് ആപ്പിനാണോ അലേർട്ട് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ ഓൺ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക് ചെയ്താൽ പിന്നെ ഇൻകമിംഗ് കോൾ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൊടുക്കാം, SMS-ൻ്റെ കൊടുക്കാം, ഇമെയിലിൻ്റെ കൊടുക്കാം, പിന്നെ ഗോൾ നോട്ടിഫിക്കേഷൻ, എല്ലാ പെർമിഷൻസും നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫെസിലിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ വാച്ച് ഫേസ് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. അതിനുവേണ്ടി സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. സ്റ്റോറിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് വാച്ച് ഫേസസ് കാണാം. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു വാച്ച് ഫേസ് എടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് സിങ്ക് എന്ന് കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡിങ് ആവും. ഇപ്പോൾ ഒരു ഓവർ റൈറ്റിംഗ് ഉള്ള പെർമിഷൻ ചോദിക്കുന്നത്, അതായത് നമുക്കിതിൽ 4 വാച്ച് ഫേസ് സെറ്റ് ചെയ്തേക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും 5ാമത്തെ വാച്ച് ഫേസ് ആഡ് ചെയ്യുകയാണെങ്കിൽ 4ാമത്തെ വാച്ച് ഫേസ് മാറുന്നതാണ്. അതായത് നമുക്ക് 4 വാച്ച് ഫേസ് നമ്മുടെ വാച്ചിൽ സ്റ്റോർ ചെയ്തേക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓവർ റൈറ്റിംഗുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, വാച്ച് ഫേസ് ട്രാൻസ്മിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ വാച്ചിൽ കാണുന്നുണ്ട്. അതൊരു 2 മിനിറ്റ് സമയമെടുക്കും. അത് കഴിഞ്ഞാൽ ഈ വാച്ച് ഫേസ് നമ്മളെ വാച്ചിലോട്ട് സെറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വാച്ച് ഫേസ് ഇതിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാച്ച് ഫേസുകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഇതിലുള്ള 4 വാച്ച് ഫേസുകൾ നമ്മൾ മാറ്റാം. അതുപോലെ തന്നെ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ കാണിച്ചത് പോലെ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഹോം സ്ക്രീനിൽ നിന്ന് ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അലക്സയുടെ സപ്പോർട്ട് ലഭിക്കും. പക്ഷേ അലക്സ ഇതിൽ സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ടെക്സ്റ്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുക. അത് നമുക്ക് ഫോണൊന്ന് കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അലക്സ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ നേരെ പ്രൊഫൈലിലോട്ട് പോവുക. പ്രൊഫൈലിലോട്ട് എത്തിയിട്ട് GTS 2 Mini എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ താഴോട്ട് വന്നാൽ ഇവിടെ ആമസോൺ അലക്സ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അഗ്രി കൊടുക്കുക. എന്നിട്ട് ലോഗിൻ വിത്ത് ആമസോൺ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആമസോൺ വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലോട്ട് എത്തും. അതിൽ ഗെറ്റ് സ്റ്റാർട്ടർ എന്ന് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ആമസോൺ അക്കൗണ്ടും അതുപോലെ തന്നെ പാസ്വേഡും കൊടുക്കുക. അപ്പോൾ നമുക്ക് അതൊന്ന് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടും പാസ്വേഡൊക്കെ അടിച്ച് കൊടുത്തിട്ട് ഈ ഒരു വിൻഡോയിലോട്ട് എത്തുമ്പോൾ ആരോ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ഫോണിൽ ചെയ്താൽ നമ്മുടെ ഓതറൈസേഷൻ സക്സസ് ആവും. ഇനി നമുക്ക് വാച്ചിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാച്ചിൽ ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്യുമ്പോൾ അലക്സ ഈസ് ലിസണിംഗ് എന്ന് കാണും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചാൽ, അലക്സ വാട്ട് ഈസ് 3 + 2? ഇപ്പോൾ കണ്ടോ, 3 + 2 ഈസ് 5 എന്ന് വന്നിട്ടുണ്ട്. അലക്സ വാട്ട് ഈസ് ദ ടൈം നൗ? ഇപ്പോൾ കണ്ടോ, ടൈം ചോദിച്ചപ്പോൾ ടൈം വന്നിട്ടുണ്ട്. അലക്സ ആഡ് ബൈ മിൽക്ക് ടു നോട്ട്സ്. ഇപ്പോൾ കണ്ടോ, ഷോപ്പിംഗ് ലിസ്റ്റിലോട്ട് ബൈ മിൽക്ക് എന്ന് പറഞ്ഞ ആഡ് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് അലക്സയെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിന്റെ റിപ്ലൈ വോയിസ് ആയിട്ട് ലഭിക്കില്ല. കാരണം ഇതിന് സ്പീക്കർ ഇല്ല. അതുകൊണ്ട് ടെക്സ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഇതിന്റെ റിപ്ലൈസ് ലഭിക്കുക.
വീണ്ടും നമ്മൾ ഹോം സ്ക്രീനിലോട്ട് വന്നിട്ട് വലത്തോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റിംഗ്സിൽ പോയിട്ട് പ്രിഫറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മ്യൂസിക് പ്ലെയർ ആണ്. വീണ്ടും ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ടൈം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സെറ്റ് ചെയ്തെക്കാൻ സാധിക്കും. ആക്ടിവിറ്റി കോളും അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് ഇതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തെക്കാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റ് നമുക്ക് സെറ്റിംഗ്സിൽ മാറ്റാൻ സാധിക്കും. വാച്ചിൻ്റെ തന്നെ സെറ്റിംഗ്സിൽ ഇതൊക്കെ മാറ്റാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ഡു നോട്ട് ഡിസ്റ്റർബ്, അലാറം, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കൺട്രോളിങ്, പിന്നീട് സെറ്റിംഗ്സ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ഹോം സ്ക്രീനിൽ നിന്ന് ഈ സൈഡിലുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആപ്പ് ലിസ്റ്റ് കാണാൻ സാധിക്കും. അതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ഹാർട്ട് റേറ്റ് ട്രാക്ക് ചെയ്യാനുള്ളതുണ്ട്, സ്ലീപ്പ് ട്രാക്ക് ചെയ്യുന്നതുണ്ട്, അതുപോലെ തന്നെ വർക്കൗട്ട് ഹിസ്റ്ററി ഉണ്ട്, SpO2 ചെക്ക് ചെയ്യാനുള്ളതുണ്ട്, സ്ട്രെസ് ചെക്ക് ചെയ്യുന്നതുണ്ട്, പിന്നെ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാനുള്ളതുണ്ട്, അതുപോലെ തന്നെ അലാറം, ടു ഡു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നമ്മൾ മോർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും. അതായത് വെതർ, അലക്സ, മ്യൂസിക്, കൗണ്ട് ഡൗൺ, സ്റ്റോപ്പ് വാച്ച്, വേൾഡ് ക്ലോക്ക്, കോമ്പസ്, ക്യാമറ റിമോട്ട്. ഇത് നമുക്ക് നമ്മുടെ ഫോണിന്റെ ക്യാമറ വാച്ച് വെച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഫൈൻഡ് മൈ ഫോൺ ഉണ്ട്. പിന്നീട് പോമോഡോറോ ട്രാക്കറും കൂടി ഇതിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇതിൽ എത്ര ടൈപ്പ് വർക്കൗട്ട്സ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. വർക്കൗട്ടിന്റെ ലിസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഒരുപാട് ടൈപ്പ് ഓഫ് വർക്കൗട്ട്സ് ഉണ്ട്. പിന്നീട് നമ്മൾ മോർ സ്പോർട്സ് എടുക്കുകയാണെങ്കിൽ കാറ്റഗറി വൈസ് ആയിട്ട് കൂടുതൽ സ്പോർട്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻഡോർ എടുക്കുകയാണെങ്കിൽ ഇൻഡോർ ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് കാണാം. പിന്നീട് ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഔട്ട്ഡോർ എടുക്കുകയാണെങ്കിൽ അതിലും ഒരുപാട് എക്സസൈസുകൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ വ്യത്യസ്ത സെൻസറുകളുടെ പെർഫോമൻസും നോക്കാം. അതായത് ഇതിൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, അതുപോലെ തന്നെ SpO2 ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു വർക്കിംഗ് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് നോക്കാം. അപ്പോൾ ഹാർട്ട് റേറ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ 83 ബീറ്റ്സ് പെർ മിനിറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഹാർട്ട് റേറ്റ്. ഇനി നമുക്ക് SpO2 ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ SpO2 എടുക്കുകയാണ്, മെഷർ കൊടുക്കുകയാണ്. പിന്നീട് SpO2 എടുക്കുമ്പോൾ നമ്മൾ കൈയിനോട് മാക്സിമം ചേർത്ത് പിടിക്കണം വാച്ച്, കാരണം അല്ലെങ്കിൽ മെഷർമെൻറ്റ് ഫെയിൽഡ് ആവാറുണ്ട്. 2-3 തവണ എൻ്റെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാക്സിമം ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടാറുമുണ്ട്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ മെഷർ ചെയ്തിട്ടുണ്ട് 98% കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ അക്യുറസിയുടെ കാര്യം അത്രയും ഉറപ്പിക്കാൻ പറ്റില്ല, എങ്കിലും ഒരു റെഫറൻസിനായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. നല്ലൊരു ഫ്ലക്ച്വേഷൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ സ്ട്രെസ് മെഷർ ചെയ്യാൻ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതൊന്ന് മെഷർ ചെയ്യാണ്. അതും ഇതുപോലെ തന്നെ മാക്സിമം നമ്മൾ കൈയിനോട് ചേർത്ത് സ്റ്റില്ലായിട്ട് നിൽക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ സ്ട്രെസ് നോർമൽ ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് അതുപോലെ തന്നെ SpO2 സ്ട്രെസ് ലെവലൊക്കെ അളക്കാൻ കൂടി ഈ ഒരു വാച്ച് ഉപയോഗിക്കാം. അതൊരു കുഴപ്പമില്ലാത്തൊരു അക്യുറസിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലോട്ടൊന്ന് പോയി നോക്കാം. അവിടെയാണ് സ്ക്രീൻ ഓഫ് ടൈം ഉള്ളത്, അതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, പ്രിഫറൻസ് സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്തിട്ട് സെറ്റിംഗ്സിലോട്ട് പോയി നോക്കാം. സെറ്റിംഗ്സിൽ എത്തിയാൽ നിങ്ങൾക്ക് വാച്ച് ഫേസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ നിന്ന് ഡയറക്റ്റ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നീട് സ്ക്രീൻ ഓഫ് വാച്ച് ഫേസ് എന്ന് കാണുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അപ്പോൾ അത് ഓൺ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏത് വാച്ച് ഫേസ് ആണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ കറണ്ട് വാച്ച് ഫേസ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള വാച്ച് ഫേസിനനുസരിച്ചിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും അവിടെ വന്നിട്ടുണ്ടാകുക. പിന്നെ അനലോഗ് ഉണ്ട്, ഡിജിറ്റൽ ഉണ്ട്. അപ്പോൾ അത് ബാക്ക് അടിച്ചിട്ട് പിന്നീട് ഇവിടെ ഇനേബിൾഡിൽ പോയിട്ട് ഇനേബിൾ ഇൻ സ്മാർട്ട് മോഡ്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് പെർട്ടിക്കുലർ ടൈമിൽ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം, ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ ഇനേബിൾ ഇൻ സ്മാർട്ട് മോഡ് കൊടുക്കുകയാണ്. അപ്പോൾ ബാറ്ററി ലൈഫിൻ്റെ ഒരു വാണിംഗ് കാണിക്കും. അതായത് ഇത് ഓൺ ആക്കിയിട്ടാൽ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവും എന്നുള്ള വാണിംഗ് കാണിക്കും. അത് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് സ്ക്രീനൊന്ന് ഓഫ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഓൺ ആക്കിയിട്ടാൽ നിങ്ങൾക്ക് ഏത് സമയം പെട്ടെന്ന് ടൈം നോക്കാൻ സാധിക്കുന്നതായിരിക്കും. കാരണം ഇത് സ്ക്രീൻ ഓഫായി പോകുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്തൊക്കെ ഉണ്ട് നോക്കാം. അടുത്തതായിട്ട് ഓട്ടോ സ്ക്രീൻ ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാം, എത്ര സമയം ഇനാക്റ്റീവായി നിന്നാലാണ് സ്ക്രീൻ ഓഫ് ആകേണ്ടതെന്നുള്ള ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് സ്ക്രീൻ ലോക്ക് സെറ്റിംഗ്സ് ഉണ്ട്. അത് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീടുള്ളത് ലിസ്റ്റ് അപ്പോൺ റിസ്റ്റ്, അതായത് നിങ്ങൾ കൈ പൊന്തിക്കുമ്പോൾ ഈ വാച്ച് ഓൺ ആവണോ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കാൻ ഓഫ് ആക്കാനുള്ളതാണ്. പിന്നീട് ലൈറ്റ് അപ്പോൺ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സ്ക്രീന് ലൈറ്റ് അപ്പ് ആവണോ എന്നുള്ള ഓപ്ഷനാണ്. അതിനുശേഷം പ്രിഫറൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രിഫറൻസ് സെറ്റ് ചെയ്യാൻ പറ്റും.
നിങ്ങളെ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ ഏതാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് അതുപോലെ തന്നെ വൈബ്രേഷൻ സ്ട്രെങ്ത്, ടൈം ഫോർമാറ്റ് മാറ്റാം, ഡേറ്റ് ഫോർമാറ്റ് മാറ്റാം. പിന്നീട് നമ്മുടെ ഹോം സ്ക്രീനിലുള്ള ഏതൊക്കെ ആപ്പിൻ്റെ ഷോർട്ട് കട്ടാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ പൊസിഷൻ മാറ്റാനൊക്കെ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് സെറ്റിംഗ്സിലുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞ പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, GPS ഫെസിലിറ്റി, ആമസോൺ അലക്സ സപ്പോർട്ട്, 70 സ്പോർട്സ് മോഡ്സ്, ഇതുപോലത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള 7000 രൂപക്ക് കിട്ടുന്ന ഒരു സ്മാർട്ട് വാച്ചാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഇത് 7000 രൂപക്കുള്ളതുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും കമന്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുമ്പ് സ്മാർട്ട് വാച്ചിന്റെ ഒക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.